നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കല്യാണം ഉടനെ നടത്തണം, എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സദ്യ തരണം. ആ പറ്റിയൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ആണോ? പിന്നെന്താ താമസം? അതെ, ഒരു വൺ സൈഡ് ലവ്. ഞാൻ മകളെ പോലെ സ്നേഹിച്ചു വളർത്തുന്ന കുട്ടിയുടെ അച്ഛനും. രാജുവിന്റെ അമ്മ ശ്രീവിദ്യ എന്നെ സ്വന്തം മകളെ പോലെയാണ് സ്നേഹിച്ചത്. അവരുടെ മരണം സ്വാഭാവികമായിരുന്നെങ്കിൽ വിട്ടേക്കാമായിരുന്നു. പക്ഷെ കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ചെയ്തത് ഏത് വൃത്തികെട്ടവനായിരുന്നാലും അവന് നിയമത്തിന് മുന്നിൽ എത്തിക്കണം. അതിനേതറ്റം വരെയും ഞാൻ പോയിരിക്കും. ഇത് ഞാൻ എല്ലാവരോടും പലതവണ പറഞ്ഞിട്ടുള്ള കാര്യം. വീണ്ടും പറയിപ്പിക്കുന്നത് പരമ കഷ്ടമാണ്. ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. ഒരു സഹോദരൻ എന്ന നിലയിൽ നിന്റെ നന്മയെ കരുതിയിട്ടാണ് വീണ്ടും പറഞ്ഞു പോയത്. വല്ലാതങ്ങ് നിർബന്ധിച്ച് അവളെ പെട്ടെന്ന് അനുസരിപ്പിക്കേണ്ട കാര്യമില്ല. വന്ദന കേസ് പിൻവലിക്കാൻ വൈകും തോറും എനിക്ക് കാശ് കിട്ടിക്കൊണ്ടേയിരിക്കും. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. ഏട്ടൻ എന്താ അസമയത്ത് ഇവിടെ? ഒന്നുമില്ല. അങ്ങനെ ഒഴിയാൻ നോക്കണ്ട. ഏട്ടന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ നട്ടപ്പാതിരിക്ക് ഏട്ടൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എനിക്കറിയണം, പറഞ്ഞേ പറ്റൂ. എടാ, വന്ദന ഒരാവശ്യവുമില്ലാതെ പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കല്ലേ. അതിന് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് നിനക്കും അറിയാലോ. എടാ, എന്തൊക്കെയായാലും വന്ദനയും നമ്മളൊക്കെ ഒരേ വയറ്റിൽ നിന്ന് വന്നവരല്ലേ. ആ കേസ് പിൻവലിക്കണമെന്ന് ഒന്ന് ഉപദേശിക്കാൻ വന്നതാ. അതിനാണോ ഏട്ടൻ വന്നത്? ചേച്ചി ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. അനുസരണശീല ഇല്ലല്ലോ. എന്നുവെച്ച് വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ എരുമയെ തല്ലുന്ന പോലെ തല്ലാൻ പറ്റോടാ? ഉപദേശിക്കാനല്ലേ പറ്റൂ. നീയും അവളുടെ സഹോദരനല്ലേ, ഒന്ന് ഉപദേശിച്ചു നോക്ക്. എന്നെ കഴിയുന്ന ഉപദേശം ഞാനും കൊടുത്തു നോക്കാം. ഉപദേശിക്കുന്നതിന് ചെലവൊന്നുമില്ലല്ലോ. ആരൊക്കെ ഉപദേശിച്ചാലും എനിക്ക് പണം കിട്ടണം, അത്രയേ ഉള്ളൂ. ഓ, ഭാഗ്യം കേട്ടില്ല. വന്ദനമ്മേ, ദേ ചെറിയമ്മ. എവിടെ? ദേ അവിടെ. വർഷേ, വർഷേ, ഞാനിവിടെ എത്തി. വർഷേ, എടി. ഞാനാ പുഷ്പൻ. വർഷേ, വന്ദനമ്മേ, ദേ ചെറിയമ്മ പോയി. നമ്മളെ ചെറിയമ്മ കണ്ടില്ല. ചെറിയമ്മയെ നമുക്ക് ഫോണിൽ വിളിക്കാം മോളെ. വക്കീൽ സാറാണല്ലോ. സാർ കോടതിയിൽ പോയില്ലായിരുന്നു. സർ. വന്ദന,
ഉടനെ ഓഫീസിലേക്കൊന്ന് വരാമോ? എന്തിനാ സർ? ഒരു അർജന്റ് ഫയൽ കോടതി കൊണ്ടുപോയി ഗുമസ്തനെ ഏൽപ്പിക്കാനാ. ഉടനെ ഒന്ന് വരണം. സാർ ഇന്ന് കോടതിയില് പോകാൻ ഇറങ്ങിയതാ, അപ്പോഴാ വേറൊരു കുരുക്ക് കേസ് വന്നത്. അതൊന്ന് അറ്റൻഡ് ചെയ്യണം. കോടതിയിലെ കേസ് ജൂനിയർ വക്കീൽ നോക്കിക്കോളും. ഫയൽ അങ്ങ് എത്തിച്ചാ മതി. ശരി സർ, ഞാൻ ഇപ്പൊ തന്നെ ഓഫീസിലെത്തി ഫയൽ വാങ്ങി കോടതിയിൽ എത്തിച്ചേക്കാം. ഓക്കെ വന്ദന, എന്നാ ശരി. ആരാ വന്ദനമ്മ വിളിച്ചത്? വക്കീൽ സാറാ മോളെ. ഉടനെ വക്കീൽ ഓഫീസ് വരെ ഒന്ന് പോകണം. നമുക്ക് വീട്ടിൽ പോവാം. അയ്യോ, അത് പറ്റില്ല മോളെ. വക്കീൽ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ജോലി പോവും. നമുക്ക് ജീവിക്കണ്ടേ? മോള് വാ. മോനായിരുന്നോ? ആ, ഇരിക്കെ. ചന്ദ്രികേ, ദേ ജഗം വന്നിരിക്കുന്നു. വായോ. പിന്നെ എന്തൊക്കെയാ മോനെ വിശേഷങ്ങള്? നല്ല വിശേഷങ്ങൾ. ആ, അത് കേട്ടാ മതി. ആ, ഈ വീടുമായിട്ട് അടുപ്പത്തിലായപ്പോ ഇങ്ങോട്ട് വരേണ്ട വിശേഷങ്ങളും ആയല്ലോ. ആ, പിന്നെ ദിയമോളുടെയും പെങ്ങള് ഹരിതയുടെയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ? അതെ. ആ, മോനെ, മോൻ കല്യാണം കഴിച്ചതാണോ? ഇല്ല മുത്തശ്ശി. അയ്യോ, ഞാൻ കരുതി ഹരിതയുടെ മൂത്തതല്ലേ മോന്. ആ. അപ്പൊ മോന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അല്ല, എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ ഉദ്ദേശം? ഏയ്, അങ്ങനെയല്ല. ആ, പിന്നെ കല്യാണം ഉടനെ നടത്തണം. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സദ്യ തരണം. ആ, പറ്റിയൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ആണോ? ആ, പിന്നെന്താ താമസം? ആ, അതെ, ഒരു വൺ സൈഡ് ലവ്. വൺ സൈഡ് ടു ആക്കാനാണോ മോന് പ്രയാസം? ആർക്കാ മോനെ ഇഷ്ടപ്പെടാത്ത? സുന്ദരനല്ലേ? ആ, അവൾക്കും ഇഷ്ടാ. പക്ഷേ തുറന്നങ്ങോട്ട് സമ്മതിക്കുന്നില്ല. എപ്പ കണ്ടാലും ചാടി കടിക്കാൻ വരിക. അതെ, ചില പെണ്ണുങ്ങൾ അങ്ങനെയാ. ഇഷ്ടം ഉള്ളിൽ ഒതുക്കിയിട്ട് ദേഷ്യം കാണിക്കുന്നത് പോലെ പെരുമാറും. അത് ഒരു പരീക്ഷണ ഘട്ടമാ. ഈ ആണുങ്ങളുടെ ക്ഷമ പരീക്ഷിക്കല്. അതിൽ നിന്നൊന്നും പിന്മാറാതെ മുന്നോട്ട് വീണ്ടും പ്രണയം തുടർന്ന പിന്നെ അവരുണ്ടല്ലോ, വിടാതെ കൂടെ ചേർത്തങ്ങ് നിർത്തും. മോനെ, സ്ട്രോങ് ആയിട്ട് ആ പെണ്ണിനെ തന്നെ അങ്ങ് പിടിച്ചോ. എന്ത് സഹായത്തിനും ഈ മുത്തശ്ശി കൂടെ കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.